അയൺമാൻ ചലഞ്ചിൽ മിന്നും വിജയം നേടിയ ഏക മലയാളി, അതും 18 വയസ്സ് തികയുന്ന അന്ന്. ഇങ്ങനെ ഒരു പിറന്നാൾ സമ്മാനം അത്യപൂർവമാണ്. ദുബായിൽ താമസിക്കുന്ന മലപ്പുറം സ്വദേശിയായ ശ്രീദത്താണ് ഈ റെക്കോർഡ് നേട്ടക്കാരൻ. ഇത് ഒരു ചരിത്രമാണ്, മലയാളികൾക്കിടയിലെ വിസ്മയം. 18ാം പിറന്നാളിൽ അയൺമാൻ ഹാംബർഗ് വിജയകരമായി ഫിനിഷ് ചെയ്ത വിദ്യാർത്ഥി. ലോകത്തിലെ ഏറ്റവും കഠിനമായ ചലഞ്ചുകളിൽ ഒന്നാണ് അയൺമാൻ ചലഞ്ച്. ഓട്ടം, നീന്തൽ, സൈക്ലിംഗ് മൂന്നിലും ഒരുപോലെ മികവ് തെളിയിച്ചാണ് ശ്രീദത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്. And then the run was the toughest. So the running is 4 laps. So after you complete 1 lap, you'll get a band. So you have to collect 4 bands and then only you can finish the run. I still didn't get my first band, and then there were a few other runners who overtook me and they already had 2 bands. So I was like, okay, avarki ni 2 lap odiyullo, inki ni 4 lap undu. Mentally it was like a very bad thing. But almost last lap I was like, I have to finish it because already 3 എണ്ണം കഴിഞ്ഞു, ഇനി ഒന്നുള്ളൂ ബാക്കി. അപ്പൊ even my legs were very dead. പക്ഷെ I walked the most of the lap, and then endile the moment I reached the huge crowd, I forgot about the pain and finished. അയൺമാൻ അംഗീകാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയുടെ മനക്കരുത്താണ് ഇത്. ജൂൺ 2 ജർമ്മനിയിലെ ഹാംബർഗിലായിരുന്നു മത്സരം. 4 കിലോമീറ്റർ നീന്തൽ, 180 കിലോമീറ്റർ സൈക്ലിംഗ്, 42 കിലോമീറ്റർ ഓട്ടം. ഇടവേളകളില്ലാത്ത കായിക മത്സരത്തിലായിരുന്നു ശ്രീദത്തിന്റെ വിസ്മയ പ്രകടനം. ഓരോ പിറന്നാളിനും ഓരോ കായിക മത്സരങ്ങൾ. 17 വയസ്സ് തികഞ്ഞ അന്ന് കുറിച്ചിട്ടതാണ് 18ാം പിറന്നാളിലെ അയൺമാൻ ഹാംബർഗ്. പിതാവ് സുധീർ കുമാറും ശ്രീദത്തും ഒരുമിച്ചെടുത്ത തീരുമാനം. Each month is passing on, and I keep on getting scared that I'll complete it or not. So that's how we were prepared. And then last 6 months before the race, we were keep on increasing my distance, so I can develop my endurance, and so I can develop the mindset to finish the race. 6ാം വയസ്സിൽ ഫുട്ബോളിലായിരുന്നു ശ്രീദത്തിന്റെ തുടക്കം. 11ാം വയസ്സിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. പിന്നെ നീന്തലിലേക്ക് ചുവടുമാറ്റി. കൂടെ ഓട്ടവും സൈക്ലിങ്ങും. ട്രയാത്തലൻ എന്തെന്ന് പോലും കൃത്യമായി ബോധ്യമില്ലാത്ത സമയത്ത് എടുത്ത തീരുമാനം. At that moment I didn't know what was triathlon, so then I researched about it, and then luckily we found Nasir uncle. He's from Kerala Riders, so he taught me all the basic rules and how do you do the race, like from what order it is and how I must conserve my energy and stuff. So and then I met Mohandas uncle, so 2-3 years I was training with him, and he developed my triathlon completely. കേരള റൈഡേഴ്സ് കൂട്ടായ്മയുടെ വലിയ പിന്തുണ, നാസർ, മോഹൻദാസ് തുടങ്ങിയ പരിശീലകരുടെ പാഠങ്ങൾ. ദിവസവും 3-4 മണിക്കൂർ കഠിന പ്രയത്നത്തിലൂടെ ശ്രീദത്ത് ലക്ഷ്യത്തിലേക്ക് അടുത്തു. രാപ്പകൽ പിന്തുണയുമായി പിതാവ് സുധീർ കുമാറും അമ്മ രഞ്ജിതയും സഹോദരി ശ്രീനിധിയും. കൂടെ ദുബായ് എന്ന മഹാനഗരമൊരുക്കിയ അടിസ്ഥാന സൗകര്യങ്ങളും. ഇതുപോലൊരു ഫെസിലിറ്റി, ഇത്രയും എല്ലാം ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഫെസിലിറ്റി വേറെ എവിടെയും ഞാൻ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കോമ്പറ്റീഷന് പോയിട്ടാണെങ്കിലും നമ്മൾ എല്ലായിടത്താണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടില്ല. എല്ലാം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാക്ടീസും കഴിഞ്ഞ് വരാം. അതിനേക്കാൾ കൂടുതൽ എക്സ്പോഷർ. കാരണം UAE ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ എവറി വീക്ക് യു ഹാവ് കോമ്പറ്റീഷൻ. അത് ട്രയാത്ലോൺ ആണെങ്കിലും മാരത്തോൺ, അങ്ങനത്തെ കോമ്പറ്റീഷൻ എല്ലാ എമിറേറ്റ്സിലും ഉണ്ട്. അത് ഒറ്റ എമിറേറ്റ്സിലും എല്ലാ എമിറേറ്റ്സിലും ഉണ്ട്.
മലപ്പുറം വെളിമുക്ക് ഈങ്ങലത്ത് സുധീർ കുമാറിന്റെയും രഞ്ജിതയുടെയും മകനാണ് ശ്രീദത്ത്. ആരോഗ്യവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതിൽ, ഭക്ഷണക്രമം ശ്രദ്ധിക്കുന്നതിൽ അമ്മയ്ക്കു തന്നെയാണ് പ്രധാന പങ്ക്. കോച്ചസ് നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇന്നത് കഴിക്കണം, ഇങ്ങനത്തെ ബാലൻസ്ഡ് ഫുഡാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളും ഉണ്ടാക്കി കൊടുക്കും. ഇത് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് കഴിക്കണം, അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി കഴിക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ച് ടേക്ക് കെയർ ചെയ്യും ആ കാര്യങ്ങളൊക്കെ. പഠനവും കായിക പരിശീലനവും മത്സരങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അധ്യാപകരുടെ പിന്തുണ ചെറുതല്ല. ബോർഡ് പരീക്ഷാ സമയത്തായിരുന്നു അയൺമാൻ ഹാംബർഗിനുള്ള തയ്യാറെടുപ്പ്. Board exams തുടങ്ങിയിട്ടുണ്ടായിരുന്നു. So it affected my training because I could only attend 4-5 sessions per I could only attend like 3 to 4 sessions per week, but usually I do 6 to 7 sessions per week. So and my session hours decreased. So those were like tough times, but then from April onwards I had no school. നമ്മളിവിടെ പുറത്താണെങ്കിൽ കൂടി കേരള ട്രയത്ലൺ അസോസിയേഷൻ നമുക്ക് വലിയ ഫുൾ സപ്പോർട്ടാണ് തന്നിരുന്നത്. അവിടെയുള്ള കോമ്പറ്റീഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ തരും. അവന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും നാഷണൽ ചാമ്പ്യൻഷിപ്പിലും ഒക്കെ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ കേരള ട്രയത്ലൺ അസോസിയേഷൻ ചെയ്തു തന്നിരുന്നു. വളരെ അപൂർവമായിട്ട് ഇവ പുറത്താണെങ്കിൽ കൂടി അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മളെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ തന്നെ അവന് ഒരു 3 times അവൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിന് റെപ്രസെൻറ്റ് ചെയ്തിട്ട്. കഴിഞ്ഞ വർഷം ഗോവയിൽ നടന്ന നാഷണൽ ഗെയിംസിലും അവൻ കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ട്രയത്ലോണിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോക വിജയത്തിന് ശേഷം ഷോർട്ട് ഡിസ്റ്റൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ശ്രീദത്ത്. അടുത്ത നാഷണൽ ഗെയിംസ് ആണ് ആദ്യ ലക്ഷ്യം. മനസ്സും ശരീരവും അർപ്പിച്ചുള്ള പരിശീലനം, പുതിയ വേഗവും ദൂരവും കണ്ടെത്താനുള്ള കഠിന പരിശീലനം. അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് ഈ 18 വയസ്സുകാരൻ.